നാളെ മുതൽ ഡയറ്റ്. രാഹുലും അഞ്ജലിയും ആ തീരുമാനമെടുത്തു. ഇന്നു മുതൽ കടുത്ത ഡയറ്റ്. അമിതഭാരം കുറച്ച് ആരോഗ്യം സംരക്ഷിക്കണം. അവർ ഒരു വലിയ ചാർട്ട് പേപ്പറിൽ ഡയറ്റ് പ്ലാൻ എന്ന് വലിയ അക്ഷരത്തിലെഴുതി ഭിത്തിയിലൊട്ടിച്ചു. പ്രഭാതത്തിൽ ഇരുവരും അടുക്കളയിൽ ഒത്തുചേർന്നു. മുളപ്പിച്ച പയറും പച്ചക്കറികളും ചേർത്ത സാലഡായിരുന്നു അവരുടെ ആദ്യത്തെ വിഭവം. പഞ്ചസാരയില്ലാത്ത കട്ടൻ ചായ കുടിക്കുമ്പോൾ അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ഓഫീസിലിരുന്ന രാഹുൽ ഗൂഗിളിൽ തിരഞ്ഞത് ശരീരഭാരം കുറയ്ക്കാനുള്ള 5 എളുപ്പവഴികൾ എന്നായിരുന്നു. അവന്റെ മനസ്സ് നിറയെ ആരോഗ്യകരമായ ചിന്തകളായിരുന്നു. ഉച്ചഭക്ഷണത്തിനു കൊണ്ടുവന്ന സാലഡ് കഴിച്ച് അവൻ സംതൃപ്തിയടഞ്ഞു. അഞ്ജലിയാകട്ടെ വീട്ടിലിരുന്ന് കലോറി കുറഞ്ഞ ലഘുഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ഓൺലൈനിൽ പരതിക്കൊണ്ടിരുന്നു. അവൾ കുറച്ചു നേരത്തേക്ക് യോഗാഭ്യാസങ്ങളും പരീക്ഷിച്ചു നോക്കി. ആരോഗ്യകരമായ ജീവിതശൈലി അവൾ ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും അവർക്ക് വല്ലാത്ത അഭിമാനം തോന്നി. നമ്മളിത് സാധിക്കും, രാഹുൽ അഞ്ജലിയോട് പറഞ്ഞു. പക്ഷേ വയറ്റിൽ ചെറിയൊരു വിശപ്പ് പതുക്കെ തലപൊക്കുന്നുണ്ടായിരുന്നു. അവർ വെള്ളം കുടിച്ച് ആ വിശപ്പിനെ അടക്കാൻ ശ്രമിച്ചു. രാത്രി 10 മണിയായി. ഉറക്കം വരുന്നില്ല. രാഹുലിന്റെ കൈകളറിയാതെ ഫോണിലേക്ക് നീണ്ടു. അവൻ ഗൂഗിളിൽ തിരഞ്ഞതു മാറിപ്പോയി. അടുത്തുള്ള ഏറ്റവും നല്ല ബിരിയാണി കട. മണക്കുന്ന ബിരിയാണിയുടെ ചിത്രങ്ങൾ അവന്റെ കണ്ണുകളെ മയക്കി. അഞ്ജലി ഇത് ശ്രദ്ധിച്ചു. അവൾ ദേഷ്യപ്പെടുമെന്നാണ് രാഹുൽ കരുതിയത്. പക്ഷേ അവൾ പതുക്കെ ചോദിച്ചു, ചീസ് പിസയുടെ ഓഫറുകൾ വല്ലതുമുണ്ടോ? അവളുടെ സെർച്ച് ഹിസ്റ്ററിയിൽ ക്രീമി പാസ്ത എന്ന് ഇതിനകം തന്നെ ടൈപ്പ് ചെയ്യപ്പെട്ടിരുന്നു. പതുക്കെ പതുക്കെ ഡയറ്റ് പ്ലാൻ അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു. രാത്രി 12 മണിക്ക് ഐസ്ക്രീം ഡെലിവറിയുണ്ടോ എന്നായി അവരുടെ അവസാനത്തെ തിരച്ചിൽ. ചോക്ലേറ്റ് ഫഡ്ജ് ഐസ്ക്രീമിന്റെ ചിത്രങ്ങൾ കണ്ടപ്പോൾ അവരുടെ നിയന്ത്രണം പാടെ നഷ്ടപ്പെട്ടു. അരമണിക്കൂറിനുള്ളിൽ വീട്ടുവാതിൽക്കൽ ബെല്ലടിച്ചു. വലിയൊരു ചോക്ലേറ്റ് ഐസ്ക്രീം പാത്രവുമായി രാഹുലും അഞ്ജലിയും ഡൈനിംഗ് ടേബിളിലിരുന്നു. സാലഡും പയറും അവർ മറന്നുപോയി. ഓരോ സ്പൂൺ ഐസ്ക്രീമും അവർ ആസ്വദിച്ചു കഴിച്ചു. ഐസ്ക്രീം കഴിച്ചു തീർത്തപ്പോൾ അവർക്ക് വലിയ ആശ്വാസം തോന്നി. ഭിത്തിയിലെ ഡയറ്റ് പ്ലാൻ നോക്കി അവർ ചിരിച്ചു. നമുക്ക് നാളെ മുതൽ കൃത്യമായി ഡയറ്റ് തുടങ്ങാം, രാഹുൽ പറഞ്ഞു. അഞ്ജലി അത് ശരിവെച്ചു. എല്ലാ പരാജയങ്ങൾക്കും ഒരു നാളെയുണ്ടല്ലോ.